മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. T20 പരമ്പര ഇംഗ്ലണ്ട് തൂത്തുവാരിയതാണ് എന്നൊന്നും പറഞ്ഞ് ODI പരമ്പരയിലേക്ക് വരാൻ നിൽക്കണ്ട. ആ കോൺഫിഡൻസോടുകൂടി വരാൻ നിൽക്കണ്ട. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇംഗ്ലണ്ടിന് ഇന്ത്യക്കെതിരെ. അടുത്ത വർഷം വരാൻ പോകുന്നത് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ടൂർണമെൻറ്റായ ODI വേൾഡ് കപ്പാണ്. അതിന് മുന്നോടിയായി ഇന്ത്യൻ ടീം തങ്ങളെ സജ്ജമാക്കാൻ ഒരുങ്ങിയിരിക്കുകയുമാണ്. തിരിച്ചു വന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 3 കളിക്കാരാണ്. ക്രിക്കറ്റിലെ തന്നെ രാജാവായ വിരാട് കോഹ്ലി, നമ്മുടെ എല്ലാം ഹിറ്റ്മാനായ രോഹിത് ശർമ്മ, പിന്നൊരുത്തൻ അവനാളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയാലോ, ഏതൊരു ബാറ്ററേക്കാളും ഏതൊരു സ്റ്റാർ പ്ലെയറെക്കാളും കൂടുതൽ വാല്യൂ ഓപ്ഷനിൽ പോയാൽ ഒരു ബോളർക്ക് കിട്ടുമെന്ന് ലോകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവനെ മാത്രം കിട്ടാം. ജസ്പ്രീത് ബുംറ. ഈ 3 പേര് കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഒരു ടീമിനെ കൊണ്ട് പറ്റും, ഓസ്ട്രേലിയ. അത് വേറെ ലെവൽ ടീമാണ്. അവർ മാത്രമേ ഇന്ത്യൻ ടീമിനൊരു വെല്ലുവിളി ആയിട്ടുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇംഗ്ലണ്ട് ഒന്നും പേടിപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ പേടിപ്പിക്കാമെന്ന് കരുതിയിട്ട് വരാൻ നിൽക്കണ്ട. T20 നിങ്ങൾ കൊണ്ടുപോയി, സമ്മതിക്കുന്നു, ഇത് ODI ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമാറ്റ്. അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് കരുതുകയേ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, രോഹിത്, കോഹ്ലി, ബുംറ, ഇവർ 3 പേരും തന്നെ ധാരാളമാണ്. പക്ഷേ ഈ കൂട്ടത്തിലേക്ക് ഒരാളെ കൂടി നമ്മളങ്ങ് ഏഡ് ചെയ്യും, അയ്യർ. ഇവർ 4 പേരും കൂടി ആയി കഴിഞ്ഞാലോ ബ്ലാസ്റ്റ്. ആ ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ലടാ. പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ പറ്റുന്നത് ഓസ്ട്രേലിയക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പരമ്പരയിൽ ഇംഗ്ലണ്ടിന് ഒരു മത്സരം പോലും ജയിക്കാൻ പറ്റില്ല. 3-0 ഇന്ത്യ ഈ പരമ്പര നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയെ ടോപ്പാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എന്നെ കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ നടക്കില്ല. കാരണം ഇന്ത്യൻ ഫാൻസിന് ഒരു പ്രഷറും ഇല്ല. ഇന്ത്യൻ ഫാൻസ് ഭയങ്കര സന്തോഷത്തില്ല. കാരണം ഇപ്പോഴാണൊന്ന് ക്രിക്കറ്റ് ആയ മാതിരി അവർക്ക് തോന്നുന്നത്. ഇന്ത്യൻ ടീമായ മാതിരി, ക്രിക്കറ്റിന് ജീവൻ വെച്ച മാതിരി, ഒന്ന് ഓണായ മാതിരി. കാരണം ആ 3 ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ, രോഹിത്, കോഹ്ലി, ബുംറ, ഇവരെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിന് ആ പഴയ ഒരു എനർജി വന്നു മതി. കുറച്ച് കാലമായിട്ട് അത് മിസ്സിങ് ആയിരുന്നു സത്യമായിട്ട്. പക്ഷെ അത് വന്നു. ഇനി പിടിച്ചാൽ കിട്ടുള്ളൂ ഇന്ത്യനെ. അപ്പം ODI പരമ്പര ഒന്നും ഇന്ത്യക്കൊരു വെല്ലുവിളിയേ ഇല്ല. ഇംഗ്ലണ്ടൊന്ന് പൊരുതി നോക്കിക്കോട്ടെ, പക്ഷേ കാര്യമുണ്ടായില്ല.